പേരൻസ് ആവുക എന്നുള്ളത് ഒരാളുടെ ചോയ്സാണോ അതോ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, എനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ ഒരു വിചാരം എന്ന് വെച്ചാൽ പേരൻസ് ആവുക എന്നുള്ളത് കല്യാണം കഴിഞ്ഞാൽ കുട്ടികളാവണം, അതാണ് അതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡും ഞാനും സ്റ്റേബിളാണോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അല്ലാതെ തന്നെ എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, കുട്ടികൾ. അങ്ങനെയാണല്ലോ കണ്ടു വന്നിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ അങ്ങനെ കണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചുറ്റിലുള്ളവരൊക്കെ, അതായത് എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് കുട്ടികളാവണം, പിന്നെ ഒരുപാട് വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ആയില്ലെങ്കിലോ, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവർ ഭയങ്കര ക്യൂട്ടല്ലേ, അപ്പോൾ അവരെന്നെ എടുക്കാനും കളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. 2 കുട്ടികളെ സ്വന്തമായിട്ട് കിട്ടിയപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ ക്യൂട്ട്നെസ് മാത്രമല്ല, ഇതിനപ്പുറം വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണല്ലോ, സ്വന്തമായിട്ട് കിട്ടിയപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ പാരൻ്റ് ഓരോരുത്തരുടെയും ചോയ്സ് ആവണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെക്കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അറിയണത് നമുക്ക് തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡും വൈഫും ആവുന്നതിന് മുമ്പ് തന്നെ 2 പേരും നന്നായി ആലോചിച്ച് തീരുമാനം എടുത്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത് പാരൻറ്റിങ് എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആദ്യം അറിയാമെന്ന് വെച്ചെങ്കിൽ ഞാൻ ആദ്യം അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു കാര്യം പറയാനുണ്ടാവുമല്ലോ അതിനെക്കുറിച്ചിട്ട്. എനിക്കൊന്നും അങ്ങനെ പറയാനേ ഉണ്ടായിരുന്നില്ല, എനിക്ക് അറിയുണ്ടായിരുന്നില്ല. നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ നമ്മളതിനെ ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നമ്മളതിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. ഈ പറയണവരൊന്നും പിന്നെ ഒരു ആവശ്യം വന്നാൽ ആ ഭാഗത്തേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി ഒരു ഫോർവേഡ് തിങ്കിങ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം സിറ്റുവേഷനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ കുട്ടികളെ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമുക്കും ആ ഒരു പാരൻറ്ഹുഡ് എൻജോയ് ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മളാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈമാണെങ്കിലും ഹെൽത്താണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹസ്ബൻഡ് എബ്രോഡൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, നമ്മൾ തന്നെ വേണം എല്ലാത്തിനും. അപ്പം നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. എപ്പോൾ വേണം, എത്ര വേണോ, എങ്ങനെ എന്നുള്ളതൊക്കെ നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കുക.